പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും സദാകാലവും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ദനഹാ പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ധ്യാന ചിന്തയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ പരശുശ്രൂഷയുടെ ആരംഭം ഗലീലയിൽ തുടങ്ങുന്നതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നതും അതോടൊപ്പം തന്നെ 4 ശിഷ്യന്മാരെ തൻ്റെ ദൗത്യ നിർവഹണത്തിനായിട്ട് വിളിക്കുന്നതുമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഈ ഭാഗം തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ 20 വരെയും ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയും യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 51 വരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഈ സംഭവം ഒരുപോലെയാണ് വിവരിക്കുന്നത്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പത്രോസിനെ യേശുക്രിസ്തു വിളിക്കുന്നത് അത്ഭുതകരമായ മീൻ പിടിക്കുന്ന പശ്ചാത്തലത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരായിരിക്കെയാണ് അവരെ ക്രിസ്തു വിളിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ പരശുശ്രൂഷ ആരംഭിക്കുന്നത് യോഹന്നാൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷമാണ്. ക്രിസ്തുവിൻ്റെ സ്നാനത്തിന് ശേഷം യഹൂദ മരുഭൂമിയിൽ നിന്ന് യേശുക്രിസ്തു ഗലീലായിലേക്കാണ് വരുന്നത്. സുവിശേഷത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ പരശുശ്രൂഷ ഗലീലായിൽ ആരംഭിച്ച് യെരുശലേമിൽ അവസാനിക്കുന്ന ക്രമത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗലീല അക്കാലഘട്ടത്തിലെ ഒരു പ്രധാന പട്ടണമായിരുന്നു. യഹൂദന്മാർ മാത്രമല്ല ധാരാളം വിജാതീയരും വസിച്ചിരുന്ന സ്ഥലമാണ്. നസ്രയത്തിലെ ചെറിയ പട്ടണത്തിൽ നിന്ന് യേശുക്രിസ്തു ഗലീലായിലേക്ക് വരികയും കഫർന്നഹൂമിൽ താമസമാക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ പ്രധാന പഠിപ്പിക്കലുകളും അതുപോലെ തന്നെ അത്ഭുതങ്ങളും നടക്കുന്നത് ഗലീലായിലാണ്. യേശുക്രിസ്തു ഗലീലായിൽ തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് പഴയ നിയമത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് ഇവിടെ വിവരിക്കുന്നത്. യെശയ്യാപ്രവചന പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യമാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രകാശം ഉളവാക്കുന്നതാണ്. അന്ധകാരത്തിലും പാപത്തിൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വലിയ പ്രകാശം ഉളവാക്കുന്നു. മനുഷ്യജീവിതത്തിൻ്റെ ഇരുണ്ട ഇടനാഴികളെ പ്രജ്വലിപ്പിക്കുന്നതിനും പ്രദീപ്തമാക്കുന്നതിനും ക്രിസ്തു എന്ന പ്രകാശത്തിൻ്റെ സാന്നിധ്യം അനിവാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ക്രിസ്തു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പ്രകാശമാണ്. എന്ന് മാത്രമല്ല, നാം പ്രകാശിതരായിത്തീരുകയും ആ പ്രകാശം നമ്മൾ വഴി മറ്റുള്ളവർക്കും കൊടുക്കുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു തൻ്റെ സുവിശേഷ പ്രസംഗം ആരംഭിക്കുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ എന്നുള്ള ആഹ്വാനമാണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മാനസാന്തരം അനിവാര്യമാണെന്നുള്ള സന്ദേശമാണ് ക്രിസ്തു നൽകുന്നത്. യേശുക്രിസ്തു ഗലീലായിലെ കടൽത്തീരത്ത് വെച്ച് 4 ശിഷ്യന്മാരെ വിളിക്കുന്നുണ്ട്. പത്രോസിനെയും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനെയും അതുപോലെ സെബദിയുടെ മക്കളായ യാക്കോബിനെയും യോഹന്നാനെയും. നമ്മുടെ കർത്താവ് പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിക്കുന്നത് കടൽ തീരത്ത് വെച്ചാണ്. പ്രത്യേകിച്ച് അവർ മീൻ പിടിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ്. നമ്മുടെ കർത്താവ് കടൽ തീരങ്ങളിലൂടെ സാധാരണ മനുഷ്യൻ്റെ ജീവിത പശ്ചാത്തലത്തിലൂടെയാണ് നടക്കുന്നത്. അവരധ്വാനിക്കുന്ന അവരുടെ മേഖലകളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉൾപ്പെടുന്നു. മാത്രമല്ല, യേശുക്രിസ്തു വിളിക്കുന്ന ശിഷ്യന്മാർ ആ കാലഘട്ടത്തിലെ സാധാരണ മനുഷ്യരായിരുന്നു. മീൻപിടുത്തക്കാരെയാണ്, സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ള ആളുകളെയാണ് യേശുക്രിസ്തു വിളിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഈ ആരംഭത്തിൻ്റെ രീതി നമുക്കെല്ലാവർക്കും മാതൃകയായ ഒന്നായിരിക്കണം. യഥാർത്ഥ ക്രിസ്തീയ ദൗത്യം എന്ന് പറയുന്നത് ആളുകളുടെ ഇടയിലുള്ള നമ്മുടെ പ്രവർത്തനമാണ്. പ്രത്യേകിച്ചും സാധാരണക്കാരായ ആളുകളുടെ ഇടയിലുള്ള പ്രവർത്തനമാണ്. ക്രിസ്തുവിൻ്റെ ഈ മനോഭാവം
നമ്മെ നയിക്കട്ടെ. നമ്മുടെ സുവിശേഷ പ്രവർത്തനം സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവരുടെ ഇടയിലെ പ്രവർത്തനങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടുള്ള ആളുകളുള്ള ഐക്യദാർഢ്യമായിരിക്കട്ടെ നമ്മുടെ സുവിശേഷത്തിൻ്റെ മാതൃക എന്നുള്ളത്. യേശുക്രിസ്തു പത്രോസിനെയും അന്ത്രയോസിനെയും സബദിയുടെ മക്കളായ യാക്കോബിനെയും യോഹന്നാനെയും വിളിക്കുമ്പോൾ അവർ എല്ലാം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നു. അവരുടെ ആ മത്സ്യബന്ധന തൊഴിൽ, അവരുടെ ജീവനോപാധിയായ ആ വല, മാത്രമല്ല പിതാവിനെയും ഉപേക്ഷിച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവർ യേശുക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് അനുധാപനം ചെയ്തു. ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് ഇവിടെ നാം കാണുന്നത്. യേശുക്രിസ്തുവിനെ നാം അനുഗമിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് ആണ് ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടത്. പൗരസ്ത്യ വേദശാസ്ത്ര പാരമ്പര്യത്തിൽ ശിഷ്യത്വം എന്ന് പറയുന്നത് സെൽഫ് ഡിനയിലാണ്. സ്വയപരിത്യാഗമാണ് ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക. പഴയതിനെല്ലാം ഉപേക്ഷിച്ച് പുതിയ ജീവിത പാന്താവിലേക്ക് ആയിത്തീരുന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാകുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിനെ പ്രതി ജീവിതത്തിൽ എന്തെങ്കിലും ഉപേക്ഷിക്കുമ്പോഴാണ് നാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിത്തീരുന്നത്. നാം ഉപേക്ഷിക്കേണ്ടത് പാപത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ, തിന്മയുടെ പൈശാചികമായ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ വേദഭാഗത്തു നിന്ന് 2 ഹ്രസ്വമായ ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കും. ഒന്ന്, യേശുക്രിസ്തു ഭയമില്ലാതെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനായിട്ട് തൻ്റെ ദൗത്യ നിർവഹണത്തിൽ സന്നദ്ധമാകുന്നു. യേശുക്രിസ്തു യഹൂദ മരുഭൂമിയിലായിരുന്നു ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ്. അവിടെ മാലാഖമാർ യേശുക്രിസ്തുവിനെ ശുശ്രൂഷിച്ചതായി നാം വായിക്കുന്നു. മാലാഖമാർ ശുശ്രൂഷിക്കുന്ന ആ വലിയ പ്രിവിലേജസ് ക്രിസ്തുവിന് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു ആ പ്രിവിലേജ് ഉപേക്ഷിച്ചുകൊണ്ട് ഗലീലായിലേക്ക് ക്രിസ്തു വരികയാണ്. യഥാർത്ഥ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഈ മൂവ്മെൻ്റാണ്, ഈ യാത്രയാണ്. മാലാഖമാരാൽ പരിസേവിതനായ ആ യഹൂദ മരുഭൂമിയിലെ അവസ്ഥയിൽ നിന്ന് മനുഷ്യരിടയിലേക്കുള്ള ക്രിസ്തുവിൻ്റെ ഈ യാത്രയായിരിക്കട്ടെ നമ്മുടെ ക്രിസ്തീയ ദൗത്യത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത്. യോഹന്നാനെ കാരാഗൃഹത്തിൽ അടച്ച ഹെരോദ അന്തിപ്പാസ് തന്നെയാണ് ഗലീലായിലെയും ഭരണാധികാരി. ഇതറിഞ്ഞുകൊണ്ടാണ് ക്രിസ്തു ഗലീലായിലേക്ക് വരുന്നത്. അപ്പോൾ ക്രിസ്തു ഒരു പക്ഷേ തന്നെയും ഹെരോദാവ് അറസ്റ്റ് ചെയ്യുമെന്ന് ക്രിസ്തുവിന് അറിയാമായിരുന്നു. എന്നാൽ ആ ഭരണാധികാരിയെ ഭയപ്പെടാതെ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് യേശുക്രിസ്തു ആ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ടാണ് ഗലീലായിലേക്ക് വരുന്നത്. ക്രിസ്തുവിൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ ഈ മോഡൽ നമുക്കേവർക്കും പിന്തുടരാൻ സാധിക്കട്ടെ. ക്രിസ്തീയ ദൗത്യ നിർവഹണം സുവിശേഷീകരണത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, അവയെ ഭയപ്പെടാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ സഭയിലെ സഹോദരന്മാർ ഭയമില്ലാതെ മരണത്തെ അഭിമുഖീകരിച്ചത് യേശുക്രിസ്തുവിൻ്റെ ഈ സുവിശേഷ ദൗത്യത്തിൻ്റെ മാതൃകയാണ്. ജീവിതത്തിലെ സുഖലോലുപയിൽ നിന്ന് നമുക്കുള്ളതായ പ്രിവിലേജസുകൾ ഉപേക്ഷിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട്, വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ട് കടന്നു വരുന്നതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമാലേഖനം 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ ക്രിസ്തീയ ദൗത്യ നിർവഹണത്തിലെ പ്രതിസന്ധിയെ ഭയമില്ലാതെ മുന്നേറിയതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരം നാം വായിക്കുന്നു: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? യാതൊരുവിധമായ പ്രതിസന്ധികളും ക്രിസ്തീയ ദൗത്യ നിർവഹണത്തിൽ തടസ്സമായിരുന്നില്ല പൗലോസ് അപ്പോസ്തലൻ. നമ്മുടെ എല്ലാവരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ ഇത് തന്നെയായിരിക്കട്ടെ. പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ഭയമില്ലാതെ അഭിമുഖീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന് സാക്ഷികളായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. രണ്ടാമത് ഈ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന ചിന്ത ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥ പ്രത്യേകതയാണ്.
യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാകുക എന്നുള്ളത് പൂർണ്ണമായും യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തു എന്ന ഗുരുവിനെ ശിഷ്യന്മാർ അനുഗമിക്കുന്നത് പഠിക്കാൻ മാത്രമല്ല, പഠിക്കുന്നത് പ്രായോഗിക മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പ്രത്യേകത ലേണിംഗ് ആൻഡ് ഡൂയിങ്, പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പ്രത്യേകത. പഠിക്കുന്ന കാര്യങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ ശിഷ്യന്മാർ കൊണ്ടുവരികയാണ്. ശിഷ്യന്മാർ അപ്രകാരം യേശുക്രിസ്തുവിനെ പൂർണ്ണമായി അനുഗമിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും അനുഗമിക്കുവാനായിട്ട് സാധിക്കട്ടെ. ശിഷ്യത്വത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു നിർവചനമുണ്ട്. ഡിസൈപ്പിൾഷിപ്പ് ഈസ് ലിവിങ് ഔട്ട് ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും ജീവിതത്തിൽ അനുകരിക്കുന്നതാണ് ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി പുനർക്രമീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ സാധിക്കട്ടെ. 2 കൊരിന്ത്യർ 5:17 പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞിരിക്കുന്നു. പുതിയ ഒരു ജീവിത പാന്താവിലേക്കാണ് സ്നാനം വഴി ക്രിസ്തുവിനെ നാം അനുകരിക്കുമ്പോൾ ആയിത്തീരുന്നത്. എങ്ങനെ ക്രിസ്തുവിനെ അനുകരിക്കണം എന്നുള്ളതിന് സഭാപിതാവായ സ്വർണ്ണനാവുകാരനായ ഈവാനിയോസ് കുറേയും കൂടി വ്യക്തമായിട്ട് മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. അതിങ്ങനെയാണ്: ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ഫോളോ അപ്പ് ഓഫ് ഹംബിൾ ക്യാരക്ടർ ഓഫ് ജീസസ്. യേശുക്രിസ്തുവിൻ്റെ താഴ്മയുടെ അനുകരണമാണ് ക്രിസ്തീയ ജീവിതം അഥവാ ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത്. എഫേസ്യ ലേഖനം 5:1 പൗലോസ് അപ്പോസ്തലൻ ഇത് തന്നെ ഓർമ്മപ്പെടുത്തുന്നു: ആകയാൽ ദൈവമക്കൾ എന്നതുപോലെ നിങ്ങൾ ക്രിസ്തുവിനെ അനുകരിപ്പീൻ. ഒരു ചിന്തകനിപ്രകാരം ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുന്നത് സംബന്ധിച്ച് അഭിപ്രായപ്പെടുന്നു. അതിങ്ങനെയാണ്: ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് ടോട്ടലി മീൻസ് മോഡലിംഗ് ഓഫ് അവർ ലൈഫ് ആൻഡ് ക്യാരക്ടർ ഓഫ് ജീസസ് ഓൺ. ഇറ്റ് മീൻസ് ലിവിങ് ഈസ് ലൈഫ്. നമ്മുടെ സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം ക്രിസ്തുവിൻ്റേതായി രൂപാന്തരപ്പെടുത്തുക, ക്രിസ്തുവിൻ്റെ പോലെയായിത്തീരുക. ദൈവം അനുഗ്രഹിക്കട്ടെ.